കൂടെ കണക്ക്, ഓരോ വീട്ടിൽ എത്ര ആളുകളുണ്ട്, എന്തൊക്കെ പഠിക്കുന്നു, എന്തൊക്കെ ജോലി ചെയ്യുന്നു, എന്തെങ്കിലും ക്രിമിനൽ വാസന ഉള്ളവരോ അല്ലെങ്കിൽ ചില ഏരിയകളുണ്ടല്ലോ മദ്യപാനം അധികമുള്ള ചില സ്ഥലങ്ങൾ, അത് അങ്ങനത്തെയുള്ള ഏരിയകളൊക്കെ കേന്ദ്രീകരിച്ച് ഒന്ന് നല്ലോണം മോണിറ്റർ ചെയ്യുക, വാച്ച് ചെയ്യുക. നമ്മൾ ഇടപെടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, വീടിന്റെ ഉള്ളിൽ എന്തെങ്കിലും വഴക്കുകൾ, പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനം പോലുള്ള എന്തെങ്കിലും ഉണ്ടോ, മര്യാദയ്ക്ക് ചെലവിന് കൊടുക്കാത്ത രക്ഷിതാക്കൾ, പാരന്റ്സ് ഉണ്ടോ, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാത്തവരുണ്ടോ, വിവാഹപ്രായമായ മക്കൾക്ക് വിവാഹം നടക്കാണ്ട് ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ അവിടെ അച്ഛൻ നോക്കാത്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങൾ അറിയുന്ന ആളുകൾ മെമ്പർമാരാണ്, വാർഡ് മെമ്പർമാരാണ്. അത് നിങ്ങൾ അറിയണം. നിങ്ങളുടെ വാർഡിലത്തെ അടിയൊഴുക്കുകൾ നിങ്ങൾ അറിയണം. അപ്പൊ ഏത് ഏരിയയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. നിയമപ്രശ്നം, ഇനി അതല്ല എന്തെങ്കിലും വേറെ അതിർത്തി തർക്കമുള്ള ഏതെങ്കിലും കുടുംബമുണ്ടോ, കുറെ കാലങ്ങളായിട്ട് അവർ തമ്മിൽ അതിർത്തി തർക്കമാണ്, ഏതെങ്കിലും തോടിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമാണോ, വീട്ടിലേക്ക് വെള്ളച്ചാലം ഒഴുകുന്നതിന്റെ വല്ല പ്രശ്നമാണോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ, ഇനി ഏതെങ്കിലും ഒരു കുടുംബത്തില് പാർട്ടീഷന്റെ കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും തർക്കമായിട്ടുണ്ടോ, ഇതൊക്കെ അറിയാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതറിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇടപെടണം. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഈ നിയമ സംവിധാനത്തിനെ പറ്റി, മീഡിയേഷൻ സൗകര്യത്തിനെ പറ്റിയിട്ട് പറയണം. ഞാൻ മീഡിയേഷൻ സെന്ററോട് ആയിക്കഴിഞ്ഞാലത്തെ കാര്യം പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള മീഡിയേഷൻ സെന്റർ വഴി നമുക്ക് മധ്യസ്ഥത്തിൽ കൂടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനും ആ തീരുമാനത്തിന് നമുക്കൊരു വിധിയാക്കി കിട്ടാനും സാധിക്കും. ഈ വിധിയുടെ ഗുണം എന്താ, വർഷങ്ങളോളം 10-30 വർഷം കേസ് നടത്തിയിട്ട് കിട്ടാവുന്ന വിധി പോലത്തെ എന്നൊരു വിധിയാണ്. ഉണ്ടല്ലേ? ഓക്കെ. മീഡിയേഷൻ സെന്റർ ഇവിടെ തൽക്കാലം ഇപ്പോഴേ തന്നെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ മതി. ഈ വിധിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വർഷങ്ങളോളം കേസ് നടത്തി ഫൈറ്റ് ചെയ്ത് വിചാരണയും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയിട്ട് കിട്ടുന്ന വിധിയെ പോലെ തന്നെ എക്സിക്യൂട്ടബിൾ വിധിയാണ്. വ്യത്യാസം എന്താ, ഇത് എഴുതുന്നത് ജഡ്ജിയല്ല, എഴുതുന്നത് ആരാ, ഇതിലെ കക്ഷികൾ തന്നെയാണ്. കക്ഷികൾ എഴുതാന്ന് പറഞ്ഞാൽ കക്ഷികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു മീഡിയേറ്ററുടെ അസിസ്റ്റൻസോടുകൂടെ മീഡിയേറ്റർ എഴുതി കൊടുക്കുന്നു. തീരുമാനം എടുക്കുന്നത് കക്ഷികളാണ്. അപ്പൊ എനിക്ക് ഇന്ന വിധി വേണമെന്ന് പറഞ്ഞ് ഞാനൊരു വിധി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പീൽ ഉണ്ടാവും? ഇല്ല. അതുകൊണ്ട് ഇതിൽ അപ്പീലില്ല. മീഡിയേഷനിലെ വിധിയിൽ അപ്പീലില്ല, ഫൈനലാണ് എല്ലാം. ഇനി എവിടെയൊക്കെ കേസുകളുണ്ടോ, വേറെ എന്തൊക്കെ തർക്കങ്ങളുണ്ടോ, വേറെ പോലീസ് സ്റ്റേഷനിൽ ഇതിനു പരാതി കൊടുത്തത് അവിടെ നിലവിലുണ്ട്, അല്ലെങ്കിൽ വേറെ കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്, എല്ലാം ഇവിടെ തീരാം. ഒരൊറ്റ മീഡിയേഷനിൽ എല്ലാ തർക്കവും തീരാൻ പറ്റും. ഈ രണ്ടു കൂട്ടർ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങളുണ്ടോ അതെല്ലാം തീർന്ന് ഈ വിധി കിട്ടിക്കഴിഞ്ഞാൽ ആ വിധി പ്രകാരം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ കോടതിയിലേക്ക് പോകേണ്ടത്. മനസ്സിലായോ? ഈ വിധിയിൽ കുറെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. 3 മാസം കഴിഞ്ഞിട്ട് ഇത്ര ലക്ഷം രൂപ ഞാൻ ഇന്ന ആൾക്ക് കൊടുക്കാനുള്ളത്, ഈ സെറ്റിൽ ചെയ്ത എമൗണ്ട് 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം രൂപ ഞാൻ 3 മാസം തികയുന്ന ഇന്ന തീയതിക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടൊരു വിധിയാണ് കിട്ടുന്നത്. ഈ വിധി ആ 3 മാസത്തിനുള്ളിൽ അയാൾ തന്നില്ലെങ്കിൽ നമുക്ക് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കാം കോടതിയിൽ. നമ്മുടെ നാട്ടിൻപുറത്തെ എഗ്രിമെന്റ് പോലെയല്ല എന്നർത്ഥം. ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഈ വിധി അയാൾ തെറ്റിച്ചിരിക്കുന്നു, ഈ വിധി നടപ്പിലാക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചാൽ EP കൊടുക്കാന്ന് പറയും, എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുക. അത് വിധി നടത്തി കിട്ടും. അപ്പോഴാണ് കോടതിയിൽ നിന്ന് പിന്നെ സമ്മൺസും നോട്ടീസും കോടതിയിലേക്ക് പോകേണ്ടി വരുള്ളൂ. കോടതിയിൽ പോകുന്നതിന് മുമ്പേ ഒരു വിധി കിട്ടാൻ ഇതിലും എളുപ്പം ഒരു മാർഗം ഉണ്ടോ? ഇല്ല. അതിനാണ് മീഡിയേഷൻ സെന്റർ. മനസ്സിലായോ? അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള വർക്കുകൾ തുടങ്ങിക്കൊള്ളുക. എല്ലാവർക്കും നിയമബോധമുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കാനായിട്ടുള്ള നേതൃത്വ നിലയിൽ നിങ്ങൾ അത്ര ഊർജ്ജസ്വലരായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിയമബോധമുള്ള ഒരു സമൂഹത്തിന് നേതൃത്വം നൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നടത്താനായിട്ട് എന്തെല്ലാം സഹായം നമ്മൾ KMCC വേണോ അല്ലെങ്കിൽ ലീഗൽ സർവീസ് നിങ്ങൾക്ക് വേണോ, എന്ത് ചോദിക്കാനും മടിക്കേണ്ട. വളണ്ടിയേഴ്സും മുഖേനയോ അല്ലെങ്കിൽ നേരിട്ട് ലീഗൽ സർവീസിന്റെ ഓഫീസിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടോ നിങ്ങൾ എപ്പോൾ ക്ലാസ് വെച്ചാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്ന് ഇനിയും പറഞ്ഞു തരാൻ ഞങ്ങൾ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.